മസാദ വെള്ളിയാഴ്ച കുർബാന കൊടുക്കാൻ പോയി. വീൽ ചെയറിലിരിക്കുന്നൊരു ചെറുപ്പക്കാരൻ 5 വർഷം ഒരു ആക്സിഡൻറ്റ് വന്നാണ്, തളർന്നുപോയി, വീൽ ചെയറിലാണ്. ഭാര്യയുണ്ട്, +2 പഠിക്കുന്നൊരു മോളുണ്ട്. വിശേഷമൊക്കെ പറഞ്ഞ് കുർബാന കൊടുത്ത് തിരിച്ചു വരുമ്പോൾ ഞാൻ ഭാര്യയോട് ചോദിച്ചു, നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ എങ്ങനെ പോകാനാച്ചാ, ശരീരം മാത്രമല്ല തളർന്നിരിക്കുന്നത്, ഒരു 5 വയസ്സുകാരൻ്റെ മനസ്സാണ്, ഫുൾ ടൈം കൂടെ ഉണ്ടാവണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ നോക്കണമല്ലേ. ഒരു ചെറിയ പുഞ്ചിരിയോടെ അവരോട് പറഞ്ഞു, അച്ഛാ ദൈവം എനിക്ക് 2 കുഞ്ഞുങ്ങളെ സമ്മാനമായിട്ട് നൽകി. കഴിഞ്ഞ ദിവസം വീട് വെച്ചിരിക്കാൻ പോയപ്പോൾ ഒരുപാട് സൗകര്യമുള്ള വലിയൊരു വീടാണേ. അപ്പോൾ ഞാനിങ്ങനെ വെള്ളം തെളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ അമ്മ പറഞ്ഞു, അച്ഛാ നന്നായിട്ട് വെള്ളം തെളിക്കണേ, നന്നായിട്ട് പ്രാർത്ഥിക്കണേ, എപ്പോഴും വീട്ടിൽ അസുഖങ്ങളാണ്, മാറി മാറി അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അമ്മേ ഈ രോഗങ്ങളും സഹനങ്ങളൊക്കെ അത് ബാധയല്ല, അത് ബ്ലെസ്സിങ് ആണ്. അതുകൊണ്ടാണ് വിശുദ്ധയുടെ ലൈഫിലേക്ക് എപ്പോഴും ഇങ്ങനെ രോഗങ്ങൾ കയറിക്കൊണ്ടിരുന്നത്. ഇത് ഗോസ്പൽ വായിക്കുമ്പോൾ, സുവിശേഷ ഭാഗ്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഭൂമി തലകുത്തി നിർത്തിയാണ് സ്വർഗമെന്ന്. ഇവിടെയുള്ള പണക്കാരൊക്കെ സ്വർഗത്തിൽ പാവപ്പെട്ടവരാവും, ഇവിടെയുള്ള പാവപ്പെട്ടവരൊക്കെ സ്വർഗത്തിൽ പണക്കാരാവും. അങ്ങനെയല്ല അത് വായിക്കേണ്ടത്. ഈ ഹാപ്പിനെസ്സും ബ്ലെസ്സിങ് എന്നൊക്കെ പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണം. ഇത് സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഹാപ്പിനെസ്സും ബ്ലെസ്സിങ്ങും. നമ്മുടെ മൈൻഡിൻ്റെ ആണത്. അതുകൊണ്ടാണല്ലോ എല്ലാം ഉണ്ടായിട്ടും സങ്കടപ്പെട്ടും ഉറക്കമില്ലാതെ ആൾക്കാർ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഒന്നുമില്ലാതിരുന്നിട്ടും വളരെ ഹാപ്പിയായിട്ട് നടക്കുന്ന ആൾക്കാരെയും കാണുന്നത്.